ശബരിമലയിലെ കൊള്ള ഇന്നൊരു നിർണായക ദിവസത്തിലെത്തി നിൽക്കുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എപ്പോ അറസ്റ്റിലാകുമെന്ന് ഓരോ മലയാളിയും കണ്ണിൽ എണ്ണയൊഴിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കുത്തിയിരിക്കുന്ന ദിവസമാണിന്ന്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ശബരിമല കേസ് എത്തിയാൽ കേവലം ഒരു ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന്, അവിടുത്തെ ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിൽ നിന്ന്, അവിടുത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും കമ്മീഷണറും ആയിരുന്ന എൻ വാസുവിൽ നിന്ന്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു ദേവസ്വം ബോർഡ് ചെയർമാനും CPM-ന്റെ നേതാവുമായിരുന്ന പത്മകുമാറിലെത്തിയതോടെ ചിത്രം മാറുകയാണ്. രാഷ്ട്രീയ വൃത്തങ്ങൾ വലിയ അങ്കലാപ്പിലാണ്. പത്മകുമാർ പലതും പറയും എന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിൻ്റെ കൂടി വെളിച്ചത്തിലായിരിക്കണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണവും അറസ്റ്റും എത്തും എന്ന വാർത്തകൾ പരക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിൽ ഈ അന്വേഷണം നിൽക്കുമോ? എങ്ങോട്ടൊക്കെയാണ് എത്തിച്ചേരാൻ സാധ്യതയുള്ളത്? എത്ര വമ്പന്മാർ, ഏതെല്ലാം തരം അധികാര ശക്തികൾ ഈ ശബരിമല കൊള്ളയിൽ വന്നു ചേരും തുടങ്ങിയ ആശങ്കകൾക്ക് ഇന്ന് കേരളം ഒട്ടാകെ കാതോർക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു. തീർച്ചയായിട്ടും മുതിർന്ന മാധ്യമപ്രവർത്തകനായ പന്തളം രാജേന്ദ്രനും ഒപ്പം തന്നെ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ ചിന്തകനായ NM പിയേഴ്സണും എന്നോടൊപ്പം ഉണ്ട്. ചർച്ചയിലേക്ക് സ്വാഗതം. നോക്കൂ, വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ് രാഷ്ട്രീയ സാഹചര്യം. ഇതൊക്കെ ഒരിക്കലും കേരളം ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ CPM അധികാരത്തിൽ വരുന്ന ഘട്ടങ്ങളിലെല്ലാം CPM-നെതിരെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ CPM-നെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ആരോപണം അക്രമികളാണ്, കൊലപാതക രാഷ്ട്രീയമാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എക്കാലത്ത് നിലനിന്നിരുന്നത്. അതിന്ന് CPM മാറി കുറച്ചു കാലമായി. TP ചന്ദ്രശേഖരൻ മഠത്തിന് ശേഷമുള്ളൊരു കാലത്ത് അക്രമത്തിൻ്റെ പാതയിൽ നിന്ന് അവർ മാറുകയും പിന്നീട് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന അഴിമതിയിലാണ് എന്നാണ് ഈ വാർത്ത നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. നേരത്തെ അഴിമതിക്കാരെന്ന് പറയുന്ന ഒരു പേര് CPM ഉണ്ടായിരുന്നില്ല, അക്രമികൾ എന്നുള്ള പേരേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അക്രമികൾ എന്നുള്ള പേരിൻ്റെ പിന്തുടർച്ചയായിട്ട് അഴിമതിക്കാരെന്ന് പറയുന്ന പേര് കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പിന്നീട് അതിൽ നിന്ന് മുക്തമാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പാർട്ടിയുടെ പല നേതാക്കളും അഴിമതിക്കാരാണ് എന്ന് പാർട്ടി പ്രവർത്തകർക്കറിയാം, സമൂഹത്തിനും അറിയാം. പക്ഷേ സർക്കാരിൻ്റെ അധികാര പദവിയിലിരുന്ന് ആ അധികാര പദവി അഴിമതിക്കും അതുപോലെ പണാവഹരണത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് വന്നാൽ ആ ചീത്തപ്പേരിൽ നിന്ന് CPM-നെ രക്ഷപ്പെടാനായിട്ട് വളരെ 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 ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്. ഈ തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കും. ഈ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി ശക്തിയിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. എന്ന് വെച്ചാൽ പിണറായി 3 എന്ന് പറയുന്നത് എടുക്കച്ചരക്കായി മാറും ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് തന്നെ. അതാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുന്നു. നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനന്തഗോപൻ, ഒരു ചെറിയ മനുഷ്യൻ. ആ അനന്തഗോപനും ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരൊറ്റയാളും ഒരു അഴിമതിയോ അദ്ദേഹത്തിനെ കുറിച്ച് ആരോപിച്ചില്ല. കാരണം ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യത്തിലും ബദ്ധശ്രദ്ധനായിരുന്ന അദ്ദേഹം അറിയാം, ഒരു കാര്യം പോലും നടക്കാൻ അവിടെ സമ്മതിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും ഒരു കാര്യവുമില്ലായിരുന്നു അവിടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്രോക്കറല്ല, അദ്ദേഹം അവിടുത്തെ കീഴ്ശാന്തി നിയമനം ദേവസ്വം ബോർഡിൻ്റെ നിയമനം അല്ലാത്ത എക്സ്ട്രാ ആയിട്ട് വന്ന അയാളുടെ കയ്യാളായിട്ട് വന്ന ആൾ, അയാളുടെ പേരാണ് പരികർമ്മി. ആ പരികർമ്മിയാണ് ദുബായിൽ ഇതിൻ്റെ ശേഖരങ്ങൾ കൊണ്ടുപോയിട്ട് സുഭാഷ് കപൂറുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സൗത്ത് ബേ എന്നൊക്കെ പറയുന്ന ലേലം വിളിക്കുന്ന മാർക്കറ്റുകളുണ്ടല്ലോ, ആ മാർക്കറ്റുകളിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് കോടതി തന്നെ നിരീക്ഷിക്കുന്നത്. നിരീക്ഷണമാണ്, വിധിയല്ല, നിരീക്ഷണമാണത്. അത് നിരീക്ഷിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ മൂല്യം. നമ്മൾ ഈ കാണുന്ന സ്വർണത്തിൻ്റെ തൂക്കമനുസരിച്ചുള്ള ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വിലയല്ല, ആൻറ്റീക് പ്രോപ്പർട്ടി എന്നുള്ള നിലയിലാണുള്ള പണമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പലരും ചോദിക്കും 4 ലക്ഷം രൂപ ആകപ്പാടെ ഉണ്ട്, അതിനകത്ത് 50,000-ന് വരേണ്ട കാര്യമല്ലോ. തിരുവനന്തപുരത്ത് 3 വീടും 3 കാറുമുള്ള കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയല്ല. പൗരാണിക മൂല്യമനുസരിച്ച് ഡോളറുകളിൽ തന്നെ കോടിക്കണക്കിന് ഡോളറുകളാണ് ഇതിൻ്റെ മൂല്യം. ആ മൂല്യത്തിൽ സുഭാഷ് കപൂറുമായിട്ട് ചേർന്ന് പോയിട്ടുണ്ട്. തെളിവുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും ദുബായ് സന്ദർശിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. തെളിവുണ്ട്. SITക്ക് അതിൻ്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്.
പിന്നെ പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാറിൻ്റെ മകൻ ജയശങ്കർ പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ശബരിമലയിൽ യോഗദണ്ഡിൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളത്. ഭക്തനാണ്. ഇത് ദേവസ്വം ബോർഡുമായിട്ടോ ആരുമായിട്ടോ ആലോചിക്കാതെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ശബരിമല കുടുംബസ്വത്ത് എന്നുള്ള മട്ടിൽ അങ്ങ് ചെയ്തതാണ്. പന്തളം കുടുംബമാണ് രാജകുടുംബം എന്ന് അറിയപ്പെടുന്നു. അവർ പോലും അവരവിടുത്തെ ആ തിരുവാഭരണം ഉണ്ടല്ലോ, അത് തൊടാറ് പോലും ഇല്ല, തൊടാൻ അവർക്ക് അവകാശമില്ല. ഭക്തരെ കാണിക്കുക, ശബരിമലയ്ക്ക് കൊണ്ടുപോവുക, തിരിച്ചെടുത്ത് വെച്ച് പൂട്ടുക. ഈ അധികാര ദുർവിനിയോഗം നിന്നിട്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ ലേബർ കോഡ് നിലവിൽ വന്ന ദിവസമാണല്ലോ. KP ശങ്കരദാസ് എന്ന് പറയുന്ന ATUCയുടെ വലിയ നേതാവായിട്ടുള്ള ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്ന ഞാൻ പോയതാണ്. ഹരിശങ്കർ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹം ഈ KP ശങ്കരദാസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് ഇപ്പോൾ DGP ആണ് ഹരിശങ്കർ. അദ്ദേഹത്തിൻ്റെ വഴി കൂടി അതിനോടൊപ്പം തന്നെ പത്മകുമാറിനെ രക്ഷിക്കാൻ ശ്രമം നടന്നിരുന്നു. കാരണം പത്മകുമാർ വന്നു കഴിഞ്ഞാൽ തൻ്റെ കൂടെ ദേവസ്വം ബോർഡിൽ ഇരുന്ന ആളുടെ പേര് പറയില്ലേ, അതിനുള്ള ശ്രമം പാളിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അറസ്റ്റ് വന്നിട്ടുണ്ട് KP ശങ്കരദാസും. അപ്പോൾ CPM മാത്രമല്ല CPIക്കും ഇതിൻ്റേതായിട്ടുള്ള ഒരു ഷെയർ ഇതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ ഒരു വലിയ സങ്കടം വരുന്നത് ഈ ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവത്തിന്റെ സ്വത്ത് മോഷ്ടിക്കുകയും എല്ലാ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ ഭക്തന്മാരല്ല, ഇതിന്റെ യഥാർത്ഥ നടത്തിപ്പുകാരായ എല്ലാവരും, അത് പള്ളി കമ്മിറ്റിയിലായാലും ക്ഷേത്ര കമ്മിറ്റിയിലായാലും ഒക്കെ എല്ലായിടത്തും നടക്കുന്നത് വലിയ വെട്ടിപ്പുകാരായിട്ട് വിശ്വാസികൾ മാറുന്ന കാലത്താണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വ്യാപകമായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർ ദൈവത്തിന്റെ മുതൽ മോഷ്ടിച്ചു കൊണ്ടുപോകില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതിനെയാണ് ഒരു പഴയ കാലത്ത് നമ്മൾ പലപ്പോഴും പറയുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ പ്രമുഖരായ നേതാക്കളാണ് ഇപ്പോൾ ഈ കേസിൽ കാട്ടുകൊള്ളക്ക് കൂട്ടുനിന്നു, അല്ലെങ്കിൽ ആ കൊള്ളയിലെ കൂട്ടുകച്ചവടക്കാരായി ഒരു കാർട്ടലിന്റെ പ്രവർത്തനം എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത്. ഇതോ മാഫിയ എന്ന് പറഞ്ഞാലും പോരാ, കാർട്ടൽ, അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കാർട്ടൽ. എന്താ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റുന്നത് പിയാസ് മാഷെ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കൊണ്ട് എല്ലാത്തിനെയും ഒതുക്കാം എന്ന് വിശ്വസിക്കുന്ന വലിയൊരു അധികാരി വർഗം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നു എന്നുള്ള സംഘടന മതി, മറ്റൊന്നും ആവശ്യമില്ല. പ്രത്യയശാസ്ത്രം ആവശ്യമില്ല, കാഴ്ചപ്പാടുകൾ വേണ്ട, മൂല്യങ്ങൾ വേണ്ട. സംഘടനയുടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിജയിക്കാം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ കാര്യം പരിശോധിച്ചാലാണ് സംഘടന കൊണ്ട് വീണ്ടും ഇവിടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയും എന്നവർ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പരിധി ശരിയാവും. കാരണം എന്താണ്, മറ്റു പാർട്ടികൾക്ക് സംഘടനാ സംവിധാനങ്ങളൊന്നുമില്ല, അത് ആൾക്കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ ഒഴുകിനടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ശബരിമല കൊള്ളയിൽ പങ്കാളികളായി കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് ഒരിക്കലും ഷോൾഡർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സാറിന് തോന്നുന്നുണ്ട് പറ്റില്ല? അപ്പം എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഇവരെയൊക്കെ പുറത്താക്കേണ്ടി വരും. പാർട്ടിക്ക് ഒരു ചുമന്നുകൊണ്ട് കിടക്കാനായിട്ട് പറ്റില്ല. പക്ഷെ പെട്ടെന്ന് പുറത്താക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറ്റാരോപിതർ മാത്രമല്ലേ എന്ന് CPM സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പഴയ കാലത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, കുറ്റാരോപിതനാക്കപ്പെട്ടാൽ പോലും എടുത്ത് പുറത്തുകളയും. നീ അതിലേ ശരിയായിട്ട് പിന്നെ അകത്ത് വന്നാൽ മതി എന്ന് പറയുന്ന ഒരു രീതി പണ്ടുണ്ടായി. അത് മാറി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കൂട്ടുകച്ചവടത്തിൻ്റെ ഒരു കാലമാണ്. പലരും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ട് ബന്ധം പുലർത്തുന്നവരാണല്ലോ പലയിടങ്ങളിലും. പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരിലെ അല്ലെങ്കിൽ നേതാക്കരിലെ ഒരു 50% പേരും ഇത്തരത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അവരുടെ മൂല്യങ്ങൾ മുഴുവൻ നശിച്ചു പോവുകയും അവർക്ക് പഴയ കാലത്തുണ്ടായിരുന്ന വില നഷ്ടപ്പെടുകയും ചെയ്യും. പണ്ട് വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നേരെ ചെല്ലാൻ ഒരുത്തിനും ധൈര്യമില്ലായിരുന്നു. അത്രമാത്രം സത്യസന്ധത ഒരു കാത്തു. മറ്റെന്ത് ഉന്നയിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ, ഏത് നമ്മുടെ ചായമക്കാനികളിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞവർ അക്രമികളാണ്, അവരെ പേടിക്കണം, അവരെന്തും ചെയ്തു കളയും എന്നൊക്കെ, മാത്രമല്ല ദൈവദോഷികളെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കള്ളന്മാരാണ് എന്ന് പറയാൻ, അത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ ആരും ധൈര്യപ്പെടുമായിരുന്നില്ല. അത്തരം ചില റെലിക്സ് ഇപ്പോഴും പി കെ ഗുരുദാസൻ, ജി സുധാകരൻ,
ആ മോഡലിലുള്ള കുറേ മാതൃകകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അല്ല, വിശ്വാസം. അതെല്ലാം പഴയ സഹാക്കളുടെ അവശിഷ്ടങ്ങളാണ്. ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് അല്ലേ? പുതിയ ആളുകൾ, പുതിയ പിള്ളേരൊക്കെ വന്നിട്ടേ, ഉം. പിള്ളേർക്ക് പ്രത്യേക ശാസ്ത്രമില്ല, അനന്തഗോപൻ. ഒന്നുമില്ല. ഉം. അവൻ വരുന്നത് തന്നെ കസേര നോക്കിയാണ് വരുന്നത്. അങ്ങനത്തെ കസേര അന്വേഷികൾ, അധികാരാന്വേഷികൾ, പാർലമെന്ററി വ്യാമോഹം. ഭണ്ഡാരങ്ങൾ, അവരൊക്കെ ഇതിനകത്തൊക്കെ കയറി ഇങ്ങനെ ഇടിച്ചു കയറുന്നതോടുകൂടി ഇതിന് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു മൂല്യബോധത്തിന് പ്രസക്തിയില്ല. അങ്ങനെയാണ് MK കണ്ണൻ കടല വെറ്റു നടന്ന ആള് കോടീശ്വരനായിട്ട് മാറുന്നത്. ഒരുപാട് പേര് Real മാറുന്നുണ്ട് business. അങ്ങനെ ഒരുപാട് പേര്. ഒരുപാട് അങ്ങനെയാണെങ്കിൽ പേരുണ്ട്. ഇപ്പോ പ്രത്യേകിച്ച് പറയാൻ പിണറായി വിജയനെ അവസാനത്തെ അല്ല, മുഖ്യമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് വലിയ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. മനസ്സിലായി. ഉണ്ട്. പിന്നെ നമ്മള് ആദ്യം അതിൽ സംസാരിക്കുന്നതിൽ കഥയില്ല എന്നാണ് എനിക്ക്. ഈ അവസാനമായി ചില ഭക്തന്മാര് ആ യഥാർത്ഥ ഭക്തന്മാർ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും മതവും കലർത്തിയുള്ള ഒരു ആഹ്വാനമുണ്ട്. ഒരു വിശ്വാസവും യാഥാർത്ഥ്യവും ചേർത്തുകൊണ്ടുള്ള അതെങ്ങനെയാണ് ഈ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ വോട്ട് സ്വന്തമാക്കാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും കളിച്ച കളിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അതിന്റെ ചൂട് മാറുന്നതിന് മുമ്പ് അയ്യപ്പൻ തന്നെ കൊടുത്ത പണിയാണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത് എന്ന ഒരു ആരോപണം ആഖ്യാനമുണ്ട്. വേറൊരു ആഖ്യാനം കൊണ്ടുണ്ട്. ഇത് പുറത്തു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അയ്യപ്പന്റെ ആളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു ഇതെന്നുള്ള ഒരു വേർഷനും അങ്ങനെയും വരുന്നു. അല്ല, ആളുകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇവര് തന്നെ. അതാണ് പ്രശ്നം. നേരത്തെയുള്ള ഘട്ടങ്ങളിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കില്ലായിരുന്നു. ഇപ്പൊ അതിങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ആ അഴിമതിയുടെ പങ്ക് പറ്റി നടക്കുന്ന ആളുകളെ അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എങ്ങനെ വ്യാഖ്യാനിച്ചാലും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇത് അത്ര എളുപ്പം വെളുപ്പിക്കാവുന്ന ഒരു ആരോപണമല്ല. അടുത്ത 2 തെരഞ്ഞെടുപ്പുകളിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളുടെ പ്രശ്നം മാത്രമല്ല, ഇത് മിക്കവാറും തന്നെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. അത് നിന്ന് പാർട്ടിക്ക് മാറാൻ കഴിയണമെങ്കിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കുമെന്ന് പാർട്ടി തയ്യാറാവണം. പാർട്ടി തന്നെ പിടിച്ചു കൊടുക്കണം. ആർക്ക്? നിയമത്തിന് മുമ്പിലേക്ക് കൊടുക്കണം. അങ്ങനെ വന്നാൽ കുറച്ച് വിശ്വാസ്യത പാർട്ടിക്ക് നിലനിർത്താൻ പറ്റും. ഒരു പരിധിവരെ ഇപ്പോൾ ആ ഒരു ലെവലിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കട്ടവരെ പിടിക്കട്ടെ, ഉപ്പ് നിന്നും വെള്ളം കുടിക്കട്ടെ എന്നൊക്കെ പറയുന്ന പല വാക്കുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ജയരാജൻ പറഞ്ഞ എന്താണ്, അവൻ കള്ളനെ പിടിച്ച് അകത്തിട്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും പറഞ്ഞു വന്ന കാര്യത്തിന്റെ ഒരു പുതിയ ടെസ്റ്റിമോണി നമ്മൾ കണ്ടു. അതായത് ഈ ദേവസ്വം ബോർഡ് ചെയർമാൻമാരുടെ പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഉൾപ്പെടെ എല്ലാ ചെയർമാൻമാരുടെ പേരിൽ ആരോപണം വന്നപ്പോൾ പിണറായി വിജയൻ കാണിച്ചൊരു മാതൃക എന്താണ്? ഇനി എന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരെ ഒന്നും ചെയർമാൻമാരാക്കുന്നില്ല, എനിക്ക് വിശ്വാസമില്ല. പകരം പേര് കേട്ട ഒരു IAS കാരനെ പിടിച്ചില്ല. അതെന്തായാലും നല്ല തീരുമാനമായിരുന്നു. ആ തീരുമാനം എടുത്തില്ലായിരുന്നു ഇപ്പോൾ തന്നെ പാർട്ടിക്ക് നാടുകൊണ്ട് വരുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ സാറ് പറഞ്ഞു വന്നതിന്റെ ഒരു സൂചനയാണത്. ആ തരത്തിൽ കുറ്റവാളി 2 കാര്യങ്ങൾ. ഒന്ന്, കുറ്റവാളികളാണ് എന്ന് സാധ്യതയുള്ള രാഷ്ട്രീയക്കാർക്ക് പകരം താരതമ്യേന നല്ല ഇമേജ് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ IAS കാരെ കൊണ്ടുവെക്കുക. വിധേയന്മാരുമായിട്ടുള്ള അങ്ങനെ, കാരണം എതിർത്ത് പറയില്ല ഒരിക്കലും. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് തീർച്ചയായിട്ടും. കൺഫർമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ പ്ലസ് സാറ് പറഞ്ഞൊരു കാരണം കൂടി ആ കൂട്ടത്തിൽ കാര്യം കൂടി ഒരു ഘട്ടത്തിൽ ആയില്ലെങ്കിൽ CPM-ന് ഇടതുപക്ഷത്തിന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് പാർട്ടിക്കകത്തുള്ള കുറ്റവാളികളെ എപ്പോൾ നിയമത്തിന്റെ മുമ്പിൽ സൂചന വരുന്നുവോ അപ്പൊ പിടിച്ച് നിയമത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തിട്ട് ശിക്ഷ വാങ്ങിക്കൊടുത്തുകൊണ്ടല്ലാതെ ഇനി അങ്ങോട്ട് CPM രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ച് ഇടതുപക്ഷം സാധ്യതയില്ല. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.